السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഇന്നലെ നമ്മൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. റബ്ബിൻ്റെ കാരുണ്യം ചോദിച്ച പ്രവാചകന്മാരുടെ ഏതാനും പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചതും അതേപോലെ തന്നെ റബ്ബിൻ്റെ കാരുണ്യം ചോദിക്കാനായി മുഅ്മിനീങ്ങളോട് ദുആ ചെയ്യാൻ അള്ളാഹു നമ്മോട് പറഞ്ഞതുമായ ചില പ്രാർത്ഥനകൾ, റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ പോലത്തെ പ്രാർത്ഥനകളും ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. എപ്പോഴും നമ്മൾ റഹ്മത്തിനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഒരു വിശ്വാസി അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളി, ആ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദുആ അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക് എന്നാണ്. അള്ളാഹുവേ, നിൻ്റെ കരുണയുടെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണമേ എന്ന്. അവിടെയും നമുക്ക് ആവശ്യം റബ്ബിൻ്റെ കാരുണ്യമാണ്. യഥാർത്ഥത്തിൽ വിശ്വാസികൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്, അവന് നന്ദി രേഖപ്പെടുത്താനാണ് അവൻ്റെ ഭവനങ്ങളിലെത്തുന്നത്. പക്ഷേ ആ ഇബാദത്തുകളെ കൊണ്ട് മാത്രം എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്, നിൻ്റെ കരുണയുടെ കവാടങ്ങൾ എനിക്ക് നീ മലർക്കെ തുറന്നു തരണമേ. ആ ദുആ ആണ് ഓരോ മുഅ്മിനും ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫല്യഖുൽ അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്. നിങ്ങളിലൊരാൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ അവൻ പറയട്ടെ, അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക് എന്ന് ചൊല്ലട്ടെ. മഹാനായ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു എന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനവർകൾ പറയുന്നു, സഅൽതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ യംനഉനി മിൻ ഗളബില്ലാ, അള്ളാഹുവിൻ്റെ കോപം എനിക്ക് ലഭിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കോപം എന്നെ തൊട്ട് ഒഴിഞ്ഞു പോവാൻ അതിനുള്ള പരിഹാര മാർഗം എന്താണ്? അള്ളാഹുവിൻ്റെ കോപം, ദേഷ്യം എനിക്ക് കിട്ടാൻ പാടില്ല. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തൊരു ഉപദേശം എന്താ? ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടാതിരിക്കുക. ആരോടും ദേഷ്യപ്പെടാതിരിക്കുക. നാം കാണുന്ന ഏറ്റവും സുന്ദരമായ മുഖങ്ങൾ, പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ, ആരോടും ദേഷ്യപ്പെടാത്ത മുഖങ്ങൾ, അവരെ നമുക്ക് വല്ലാതെ ഇഷ്ടപ്പെടും. അവരെ നമ്മളെല്ലാവരും അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ പുഞ്ചിരിക്കും. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ കോപം നിനക്ക് കിട്ടാതിരിക്കണോ, നീ ആരോടും കോപം കാണിക്കാതിരിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാവരോടും ദേഷ്യപ്പെടുക, നമ്മോട് ആരും ദേഷ്യപ്പെടാതിരിക്കാൻ പാടില്ല. ഈ ഒരു ഇരട്ടത്താപ്പ് ഒരിക്കലും നടപടിയാവില്ല. നാം ആരോടും ദേഷ്യപ്പെടാതിരിക്കുക, നമ്മളെല്ലാവരോടും സ്നേഹം കാണിക്കുക. അപ്പോൾ അള്ളാഹു നമ്മോട് ദേഷ്യപ്പെടൂല, അള്ളാഹു നമ്മെ സ്നേഹിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സൽ സ്വഭാവികളായ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം നബിതങ്ങൾ അതിന് പറഞ്ഞു കൊടുത്ത ഒരു മാർഗം അതാണ്. വേറെ ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഹദീസാ, നബിതങ്ങൾ പറഞ്ഞു, മൻ ഫറജ അൻ അഖീഹി ഖുർബത്തൻ മിൻ ഖുറബി ദുനിയ, ഒരാൾ തൻ്റെ സഹോദരൻ്റെ ഐഹികമായ ഒരു ബുദ്ധിമുട്ടിന് പരിഹാരം കണ്ടാൽ, വളരെ വിഷമിച്ചുകൊണ്ട് നമ്മുടെ ഒരു സുഹൃത്ത്, അതാരുമാവാം, നമ്മുടെ മുന്നിലേക്ക് കൈകൂപ്പിക്കൊണ്ട് സഹായിക്കണേ എന്ന് പറഞ്ഞ് ഓടിയെടുത്തു. നമ്മളയാളെ കണ്ടു, അയാൾ നമ്മുടെ ചാരത്തെത്തി. ആ ചാരത്തെത്തുന്ന സമയത്ത് നമ്മൾ ആ വിഷയത്തിൽ ഇടപെട്ട് ആ വിഷയത്തിനൊരു പരിഹാരം നമ്മൾ കണ്ടു. അതേതുമാവാം. കുടുംബ പ്രശ്നങ്ങൾ ഉള്ള ഒരു സ്ഥലത്ത് പോയി നമ്മളൊരിക്കലും അത് പർവ്വതീകരിക്കാൻ പാടില്ല. അതിലെ ഒരു മൂന്നാമനായി നിന്ന് ആ പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം, എങ്ങനെ ബുദ്ധിപൂർവമായി തീർക്കാം എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അത് പർവ്വതീകരിച്ചൊരിക്കലും ആ കുടുംബത്തെ
തെറ്റിപ്പിക്കാനുള്ള മാർഗങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചുകൂടാ. കാരണം അങ്ങനെ നമ്മൾ ചെയ്താൽ മരിക്കുന്നതിന് മുമ്പ് ആ ഒരു സാഹചര്യത്തിലേക്ക് റബ്ബ് നമ്മെയും എത്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു വിശ്വാസി ഏതെങ്കിലും ഒരാളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടാൽ, ഐഹിക പ്രശ്നത്തിന് പരിഹാരം കണ്ടാൽ, നഫസ് ഫറജല്ലാഹു കുർബത്തൻ മിൻ കുറബി യൗമിൽ ഖിയാമ, പരലോകത്താണ് ഒരു മുഅ്മിൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ളത്. ആ നേരിടാനിരിക്കുന്ന ഏറ്റവും ദുസ്സഹമായ സാഹചര്യം, ആ സാഹചര്യത്തിൽ അള്ളാഹു അവൻ്റെ ഒരു പ്രശ്നത്തിന് ദുന്യാവിൽ വെച്ച് ഇവൻ തൻ്റെ സഹോദരൻ്റെ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടതിൻ്റെ തൽഫലമായി ആഖിറത്തിലൊരു പ്രശ്നം അവന് പരിഹരിച്ചു കൊടുക്കും. നമുക്ക് ആവശ്യവും അവിടെയാണ്. ദുന്യാവിൽ നിന്ന് നാം ഒരു ഉപകാരം ചെയ്തു, അതിന് പ്രത്യോപകാരം ലഭിക്കാത്തതിൻ്റെ പേരിൽ അവൻ്റെ മുഖത്ത് നോക്കി നാം മുഖം കനിപ്പിക്കേണ്ടതില്ല. നാം ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് പ്രത്യോപകാരം നമ്മൾ കാക്ഷിക്കാനും പാടില്ല, നാം പ്രതീക്ഷിക്കാനും പാടില്ല. പിന്നെയോ നമുക്കത് കിട്ടേണ്ടത് പരലോകത്താണ്, ആഖിറത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ ഒരിക്കലും വിഷമിക്കണ്ട. പിന്നെയോ ആഖിറത്തിൽ അതിന് പകരമായി നിനക്ക് അല്ലാഹു അവിടെ ഉണ്ട് ഒരു പ്രയാസം അല്ലാഹു തീർത്തു തരുന്നതാണ്. എന്നിട്ട് പറഞ്ഞു, വമൻ സത്തറ അലാ അഖീഹിൽ മുസ്ലിം ഫിദ് ദുനിയ സത്തറഹുല്ലാഹു അസ്സ വജല്ല യൗമൽ ഖിയാമ. തൻ്റെ സഹോദരൻ്റെ ഏതെങ്കിലും ഒരു ന്യൂനത, ആർക്കും തെറ്റുകൾ സംഭവിക്കാം. ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഖുർആൻ പറഞ്ഞതാ. ശരീരം എപ്പോഴും തെറ്റിനെ പ്രേരിപ്പിക്കുകയുള്ളൂ, ശരീരം തെറ്റിനെ ആഗ്രഹിക്കുകയുള്ളൂ. ആർക്കും തെറ്റ് സംഭവിക്കാം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ അങ്ങനെ സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട് ഏതെങ്കിലും ഒരു ന്യൂനത നിന്റെ സഹോദരനിൽ ഉണ്ടായി, അത് നിനക്കറിയാം. നീ അത് പബ്ലിസിറ്റി ചെയ്യാതെ അത് നീ മറച്ചു വെച്ചു, ആരോടും നീ പറഞ്ഞില്ല. നിനക്കറിയാം, നീ അത് മനസ്സിൽ വെച്ചു, ആരോടും പറഞ്ഞില്ല. നിന്റെ സന്തതി സഹചാരിയായ ഭാര്യയോട് പോലും പറഞ്ഞില്ല. എങ്കിൽ സത്തറഹുല്ലാഹു യൗമൽ ഖിയാമ, ഭൂമിയിലെ ലോകത്തെ മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടുന്ന വലിയ വൻസഭ മഹ്ശറ, ആ മഹ്ശറയിൽ അവിടെ പരസ്യമാക്കേണ്ട നിന്റെ ഒരു ന്യൂനത, നിന്റെ സഹോദരൻ്റെ ന്യൂനത നീ ദുന്യാവിൽ വെച്ച് മറച്ചു വെച്ചതിൻ്റെ തൽഫലമായി പ്രത്യോപകാരമായി അള്ളാഹു അവിടെ വെച്ചൊരു ന്യൂനത മറച്ചു വെക്കും. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ, ഇത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു സംഭവമാണ്. ഏതിൻ്റെ പേരിലായാലും, നമ്മുടെ പ്രസ്ഥാനത്തിൽ പെടാത്ത ഒരാളായതിൻ്റെ പേരിലായാലും, നമ്മുടെ രാഷ്ട്രീയം അംഗീകരിക്കാത്ത ഒരാളായതിൻ്റെ പേരിലായാലും ആരെയും നമ്മൾ തേജോവധം ചെയ്യാൻ പാടില്ല. ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞു പരത്തി ആരെയും ഓരോരുത്തരുടെയും അഭിമാനത്തിന് സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ച് ക്ഷതമേൽപ്പിക്കുക എന്നുള്ളത് ഒരു നിത്യസംഭവമായി മാറിപ്പോയി. ആർക്കും ആരോടും സ്നേഹമില്ലാതെയായിപ്പോയി. എല്ലാവർക്കും വലുത് അവനവൻ്റെ ലാഭങ്ങളാണ്. ഒരിക്കലും അത് നമ്മൾ ചെയ്യരുത്. ആഖിറത്തിൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിനും അത് ചെയ്യാൻ പാടില്ല. നാം ചെയ്യേണ്ടതെന്താ? ഉള്ളതാണെങ്കിൽ പോലും അതിനെ സത്ർ ചെയ്യണം, അതിനെ നമ്മൾ കാണാത്തതുപോലെ അഭിനയിക്കണം. നാം അറിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ നിന്ന് മറ്റൊരാളുടെ മനസ്സിലേക്ക് പോകാൻ പാടില്ല. സുദൂർ റിജാലി ഖുബൂറുൻ എന്നാണ് മഹാരഥന്മാർ പറഞ്ഞത്. ആണുങ്ങളുടെ മനസ്സ് ഖബറുകളാണ്. ഖബറുകളുടെ ഉള്ളിൽ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. അത്രയും സ്വകാര്യതയുടെ സൂക്ഷിപ്പാവണം പുരുഷന്മാരുടെ മനസ്സകങ്ങളിൽ കാണുന്നത്. ഏത് രഹസ്യവും പുറത്തേക്ക് പറയാനുള്ള വ്യഗ്രത അത് സ്ത്രീയുടെ മനസ്സിൻ്റെ സ്വഭാവമാണ്. ഒരാണിനത് പാടില്ല. രഹസ്യം സൂക്ഷിക്കാൻ ഒരു പുരുഷന് കഴിയണം. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയകളിൽ ഇത്തരം വേണ്ടാവൃത്തികൾക്ക് നേതൃത്വം നൽകുന്നത് പുരുഷന്മാരാണ്. വളരെ വേദനാജനകമായ ചില സംഭവങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. നിരപരാധികളായ പലരും അതിന് കഥാപാത്രങ്ങളാവേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. താൽക്കാലികം നിനക്ക് രക്ഷപ്പെടാം, ആഖിറത്തിൽ ഒരുപക്ഷെ ദുന്യാവിൽ തന്നെ അതിൻ്റെ തിക്തഫലം നീ അനുഭവിക്കേണ്ടി വരും. നബി തങ്ങൾ പറഞ്ഞു, മൻ സത്തറ അലാ അഖീഹിൽ മുസ്ലിം ഫിദ്ദുന്യ സത്തറഹുല്ലാഹു അസ്സ വജല്ല യൗമൽ ഖിയാമ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനിഹി. അബ്ദ് അടിമക്ക് അല്ലാഹുവിൻ്റെ സഹായമുണ്ടാവും. എപ്പോ? മാ കാനൽ അബ്ദു ഫീ ഔനിഹി, അടിമ സഹോദരനെ സഹായിക്കുമ്പോഴൊക്കെ.
നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. നമുക്ക് എല്ലാവരുടെയും സഹായം വേണം. പക്ഷേ നമുക്ക് ആരെയും സഹായിക്കാൻ കഴിയില്ല. ഈ ഒരു നിലപാട് അള്ളാഹുവിനില്ല. അള്ളാഹു എങ്ങനെയുള്ളവനാ? അല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. ഞാൻ എൻ്റെ സഹോദരനെ സഹായിക്കുമ്പോഴേ അള്ളാഹുവിൻ്റെ സഹായം എനിക്ക് ലഭിക്കുകയുള്ളൂ. വിശുദ്ധ റമളാൻ ഒരുപാട് സഹായ ഹസ്തങ്ങളുമായി നമ്മുടെ കരങ്ങളിലേക്ക്, നമ്മുടെ കൺമുന്നിലേക്ക് ഒരുപാട് പട്ടിണിക്കോലങ്ങളും ദുരിതമനുഭവിക്കുന്നവരും വരുന്ന മാസമാണ്. ആരെയും നമ്മൾ തട്ടിക്കളയരുത്. ഉണ്ടെങ്കിൽ ഉള്ളത് കൊടുത്ത് സഹായിക്കുക. ഇല്ലെങ്കിലോ സ്നേഹത്തോടെ പുഞ്ചിരിയോടുകൂടെ അയാളെ കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് വിഷമമുണ്ടെന്നറിയിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മൾ അയാളെ തിരിച്ചയക്കുക. ആരെയും നമ്മൾ കുറ്റം പറയണ്ട. നല്ലവരുണ്ടാവാം, ചീത്തയാളുകളുണ്ടാവാം. ആരെയും നമുക്ക് മുറിച്ചു നോക്കി മാർക്കിടാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരോടും സ്നേഹം കാണിക്കുക. യാചകരെ നമ്മൾ തിരിച്ചയക്കാൻ പാടില്ല. നമുക്കറിയാം, ലോകത്തെ ആരാധന ചെയ്യുന്ന ആരാധനാലയങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും കൂടുതൽ വ്യത്യസ്ത ആരാധനാലയങ്ങൾ നമ്മുടെ കേരളത്തിലടക്കം ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ആ ആരാധനാലയങ്ങളുടെ മുമ്പിൽ കുനിഞ്ഞുകൂടുന്ന യാചകർ, അല്ലെങ്കിൽ സഹായത്തിന് അർഹരായവർ, അവരെ നമ്മളൊരു കണക്കെടുപ്പ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാണുക മുസ്ലിം പള്ളികളുടെ മുന്നിലാണ്. അതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. അവിടെ മതമില്ല, ജാതിയില്ല. ദുരിതമനുഭവിക്കുന്നവൻ്റെ മുമ്പിൽ എല്ലാവരും നമ്മുടെ മുമ്പിൽ മനുഷ്യരാണ്. എല്ലാവരുടെയും രക്തത്തിൻ്റെ നിറം ചുവപ്പാണ്. സഹായിക്കുന്നിടത്തും അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ. പക്ഷേ ഈ ഒരു സാഹചര്യം ഒരു മുസ്ലിമിൽ സൃഷ്ടിക്കപ്പെടാൻ കാരണമെന്ത്? ഹബീബിൻ്റെ ചില ഉപദേശങ്ങളാണ്. ഹബീബ് പറഞ്ഞു, നിന്റെ സഹോദരനെ നീ സഹായിക്കണം, എങ്കിൽ അള്ളാഹു നിന്നെ സഹായിക്കും. എവിടെയുള്ള സഹായമാണ് ഒരു മുഅ്മിന് ഏറ്റവും പ്രധാനപ്പെട്ടത്? ആഖിറത്തിൽ സഹായം അത് നമുക്ക് കിട്ടും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പലതും പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയുന്നതാണ്. ഇന്ന റഹ്മത ലാ തുൻസഉ മിൻ ഷഖിയ്യിൻ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്നേഹം അള്ളാഹു ഒരാളിൽ നിന്നും എടുത്തു കളയില്ല. അള്ളാഹുവിൻ്റെ സ്നേഹം ആരിൽ നിന്നല്ലാതെ? പരാജിതനിൽ നിന്നല്ലാതെ, പരാജിതനായൊരുത്തനിൽ നിന്നല്ലാതെ. ആരാ പരാജിതൻ? ഇങ്ങനെ ഭൂമിയിലുള്ളവരോട് സ്നേഹം കാണിക്കാത്തവൻ, യാചകരെ തിരിച്ചയക്കുന്നവൻ. അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും ഒരേപോലെ കാണണം. എല്ലാവരോടും നമുക്ക് സ്നേഹം മാത്രം, രാജ്യത്തോട് സ്നേഹം മാത്രം. രാജ്യത്തിൻ്റെ ഭരണഘടനയോടും രാജ്യത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളോടും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളോടും നമുക്ക് സ്നേഹം മാത്രം. ആശയത്തെ ആശയം കൊണ്ട് എതിർക്കുക, ആദർശത്തെ ആദർശം കൊണ്ട് എതിർക്കുക. അതിന് ന്യായമായ നമ്മുടെ നീതിപീഠങ്ങളുടെ മാധ്യമങ്ങൾ വഴി നമുക്ക് പറയേണ്ടത് പറയുക, ബോധ്യപ്പെടുത്തേണ്ടത് ബോധ്യപ്പെടുത്തുക. ആരോടും പകയില്ലാതെ ജീവിക്കുക. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ, ഞാൻ പറഞ്ഞില്ലേ, ആകസ്മികമായി നാം ഒരു ആക്സിഡൻറ്റിൽ പെടുമ്പോൾ, ഒരു അപകടത്തിൽ പെടുമ്പോൾ, ആ അപകടത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നവൻ, അയാളെ നമ്മൾ ദൈവതുല്യനെന്ന് പരിചയപ്പെടുത്താറുണ്ട്. അതിനർത്ഥം, മുസ്ലിം പറയുന്നതിൻ്റെ അർത്ഥവും ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. അയാൾ അള്ളാഹുവിൻ്റെ കരുണ അയാളിലൂടെ കിട്ടി എന്നാണ് അർത്ഥം. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കഥാപുരുഷനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. വലിയ ധനാഢ്യനായിരുന്നു, രാജകൊട്ടാരത്തിലായിരുന്നു താമസം. പക്ഷേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സന്യാസ്യം നയിക്കാൻ വേണ്ടി, സാഹിദായിക്കൊണ്ട് സൂഫിയായി ജീവിക്കാൻ വേണ്ടി കൊട്ടാരങ്ങൾ മുഴുവനും വിട്ടിറങ്ങി സൂഫിയായി സാഹിദായി ജീവിതം നയിച്ച മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ പല സമയങ്ങളിലായി നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു സംഭവം നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നതാണ്. മഹാനവറുകൾ പറയുന്നു, ഞാനൊരിക്കൽ അന്നഹു ഖാല കുൻതു ലൈഫൻ ലിബഅദിൽ ഖൗം,
ഞാനൊരിക്കൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അതിഥിയായി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. തീൻമേശയിൽ ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെഡിയായിരിക്കുകയാണ്. ഫഖദ്ദമൽ മായിദ, താമസം വിന ആ ഭക്ഷണം ഞങ്ങളുടെ തലികയിലേക്കെത്തി, തീൻമേശയിലേക്കെത്തി. അങ്ങനെ ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചിട്ടില്ല, ഭക്ഷണം റെഡിയായിട്ടേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ആ സമയത്ത് ഫനസല ഖുറാബുൻ, ഒരു കാക്ക പറന്നു വന്ന് വസ്സലബ റഗീഫൻ, ഞങ്ങൾ കഴിക്കാൻ വച്ചിരുന്ന റൊട്ടിയിൽ നിന്ന് ഒരു റൊട്ടി ആ കാക്ക തൻ്റെ കൊറ്റി കൊണ്ട് കൊത്തിയെടുത്തു. ആ കാക്ക പറന്നകന്നുപോയി. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹുവിന് സൂഫിയാണ്. നമുക്കാർക്കെങ്കിലും ഇങ്ങനൊരു സാഹചര്യം അനുഭവപ്പെട്ടാൽ നമ്മൾ ആ കാക്കയെ തെറി പറയും, അല്ലെങ്കിൽ പഴിചാരും. സൂഫിയായ ബുദ്ധിമാനായ ഇബ്രാഹിമിനു അദ്ദേഹം റളിയല്ലാഹുവിനാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു ചിന്തിച്ചു പോയി, എന്തിനാണ് ഇത്രയും ജനങ്ങൾ കൂടി നിൽക്കുന്ന, തൻ്റെ ജീവന് പോലും ഭീഷണിയാവാം സാഹചര്യമുള്ള ഒരു തീൻമേശയിൽ നിന്ന് ഒരു റൊട്ടി ആ കാക്ക കൊത്തിയെടുത്തത്? സൂഫി വര്യനായ ബുദ്ധിമാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു അത് ചിന്തിച്ചു എന്ന് മാത്രമല്ല, എന്നിട്ട് ഫഅത്ബഅഹു തഅജ്ജുബൻ, അത്ഭുതത്തോടുകൂടെ ആ കാക്ക പറന്നകലുന്നിടത്തേക്ക് ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹുവും പോയി. ഈ കാക്ക ഈ റൊട്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു വല്ലാത്ത ആശ്ചര്യം, ഒരാഗ്രഹം ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹുവിനുണ്ടായി. ആ കാക്കയെ പിന്തുടർന്ന് മഹാനവറുകൾ അങ്ങനെ നോക്കുമ്പോൾ ഫനസല ഫീ ബഅലി തലാൽ, ആ കാക്ക പോകുന്നത് മലമുകളിലേക്കാണ്, മലയിടുക്കുകളിലേക്കാണ് ആ കാക്ക പറന്നകലുന്നത്. വൈദൻ ഹുവ ബിറജുലിൻ മുഖയ്യദിൻ മസ്തൂദിൽ യദൈൻ, ആ കാക്കയെ തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു. ആ സമയത്ത് ഈ കാക്ക പറന്നൊരു മരത്തിലിരുന്നു. ആ മരത്തിനു താഴെ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഉണ്ട്, ദയനീയാവസ്ഥയിലാണ്. മസ്ദൂദിൽ യദൈൻ, രണ്ടു കരങ്ങളും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ആ മരച്ചുവട്ടിൽ കിടക്കുന്നു. ഏതോ അക്രമികൾ ആക്രമിച്ച് ആ മർദ്ദിച്ചുകൊണ്ട് അവശനാക്കി കൈകാലുകൾ ബന്ധിച്ച് ആ മരച്ചുവട്ടിൽ കൊണ്ടുപോയി തള്ളിയതാണ്. ഇങ്ങനെയൊരു രംഗമാണ് ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹുവിന് കാണാൻ കഴിഞ്ഞത്. മനുഷ്യരാരും ആ മലമുകളിലേക്ക് പോവാറില്ല. ആ മനുഷ്യന്റെ ജീവന് ഭീഷണിയാണ്. ഭക്ഷണം കിട്ടാതിരുന്നാൽ ഏതായാലും ജീവൻ അപകടത്തിലാവും. അല്ലെങ്കിൽ തന്നെ വന്യജീവികളുടെ സങ്കേതങ്ങളുള്ള ഫോറസ്റ്റാണ്, ഏത് രൂപേണയും അയാളുടെ ജീവൻ അപകടത്തിലാവാം. പക്ഷേ ഈ കാക്ക എന്താ ചെയ്യുന്നത്? ഞങ്ങളുടെ തീൻമേശയിൽ നിന്ന് കൊത്തിയെടുത്ത, തൻ്റെ കൊറ്റി കൊണ്ട് പിടിച്ചെടുത്ത ആ ഒരു റൊട്ടി ആ മരച്ചുവട്ടിലിരിക്കുന്ന ആളുടെ വായയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു, അയാൾക്ക് ഭക്ഷണം നൽകുന്നു. ഇതാണ് ആ കാക്ക ചെയ്യുന്നത്. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു അവിടെ ചിന്തിച്ചത്, നമ്മളെക്കാൾ എത്രയോ നല്ല പ്രവൃത്തി ചെയ്യുന്നു ഈ കാക്ക. അതുമാത്രമല്ല, ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ കാക്ക ആ മരച്ചുവട്ടിൽ കിടക്കുന്ന, ബന്ധിതനായി കിടക്കുന്ന ആ ആളോട് ചെയ്യുന്ന കരുണയുണ്ടല്ലോ, അത് റബ്ബ് അദ്ദേഹത്തോട് ചെയ്യുന്ന കരുണയാണ്. പക്ഷെ അതൊരു കാക്കയിലൂടെയാണ് അല്ലാഹു തആല നടപടിയാക്കിയത് എന്ന് മാത്രം. അള്ളാഹുവിൻ്റെ കരുണ നമ്മൾ ചോദിക്കണം. അത് ഏത് വിധേനയും നമുക്ക് വരും. നമ്മെ പിടിച്ചു ബന്ധസ്ഥനാക്കി അഴികൾക്കുള്ളിൽ ലോക്കിട്ടമർത്തിയാലും ശരി, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തടയാൻ ലോകത്തൊരു സംവിധാനത്തെ കൊണ്ടും കഴിയില്ല. അതാണ് ഈ ചരിത്രം നമ്മെ സൂചിപ്പിക്കുന്നത്. മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ഈ ഒരു കാക്കയുടെ പ്രവൃത്തി കണ്ട് ആശ്ചര്യപ്പെട്ടു പോയി. ബുദ്ധിയുള്ളവരൊക്കെ അങ്ങനെയാ, ഒരു ജീവിയുടെ പ്രവൃത്തിയിൽ പോലും കൗതുകം കാണും, അതിൽ നിന്ന് പോലും പാഠം ഉൾക്കൊള്ളും. നമ്മളാണെങ്കിൽ പറവകളെ നമ്മൾ ആട്ടി അകറ്റും. പക്ഷേ ഏതെങ്കിലും ഒരു ജീവി, ഒരു മനുഷ്യൻ്റെ ജീവന് പൊതുജീവൻ നൽകാനായിരിക്കാം ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ബഹുമാനപ്പെട്ട ദിന്നൂനിയുടെ ഒരു ചരിത്രത്തിൽ കാണാം. അദ്ദേഹം പറയുന്നു, ഞാനൊരിക്കൽ വീട്ടിലിങ്ങനെ ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം.
എനിക്ക് എത്ര കിടന്നിട്ടും എൻ്റെ കിടത്തം ശരിയാകുന്നില്ല. ഞാനിങ്ങനെ വസിർതു ബിഹൈത്തുമാ മലക്തു നഫ്സി, എനിക്ക് സഹിക്കവയ്യാതെയായപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു വഴിയിലൂടെ യാത്ര പോയി. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ വന്തഹത്തുൽ അശത്തിനയിൽ, ഞാൻ പോയി നേരെ എത്തിയത് നൈൽ നദിയുടെ തീരത്താണ്, നൈലിൻ്റെ തീരത്താണ്. അങ്ങനെ ഫറായിത്തു അഖറബൻ ഖവിയൻ യഗ്ദു, ഞാൻ അവിടെ കണ്ട കാഴ്ച ഒരു തേള് അതിങ്ങനെ ഓടിപ്പോകുന്നു. മഹാനവറുകൾ ദിന്നൂൻ പറയാ ഒരു തേള്, ശക്തിമാനായ വലിയൊരു തേളിങ്ങനെ ഓടിപ്പോകുന്നു. ഫതബഅതുഹു, അദ്ദേഹം വളരെ ബുദ്ധിമാനാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. ഞാൻ ആ തേളിൻ്റെ നേരെ പിന്നിൽ പോയി. എങ്ങോട്ടാണ് ഈ തേൾ ഓടിപ്പോകുന്നത് എന്നറിയാൻ വേണ്ടി. ഫവസല ഇലാ ത്വർഫിൽ നൈൽ, അങ്ങനെ നെയിലിൻ്റെ ഈ ഇപ്പുറത്തെ കരയിൽ ആ അഖറബ് ആ തേള് നിന്നു. ഫറായിതു ലിഫ്ദാൻ വാഖിഫൻ അലാ തറഫിൽ വാദി, നോക്കുമ്പോൾ ആ തേളിൻ്റെ തൊട്ടപ്പുറത്തൊരു തവളയുമുണ്ട്. അതേ കരയിൽ തന്നെ ഒരു തവളയും നിൽക്കുന്നു, ഒരു തേളും ഒരു തവളയും. ഫവഹബൽ തറബു അഖറബു അലാ ലഹരി ലുഫ്ദൈ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ വിഷം തേണ്ടുന്ന തേള് ആ കാണുന്ന തവളയുടെ പുറം കയറി. തവളക്ക് വെള്ളത്തിലും കരയിലും ജീവിക്കാം, വെള്ളത്തിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവുമുണ്ട്, തേളിനതില്ല. ആ തേള് ആ തവളയുടെ പുറത്ത് കയറി അങ്ങനെ ഈ തേളിനെയും വെച്ച് ആ തവള നീന്താൻ തുടങ്ങി. ഫറക്കിത്തു സഫീന, ഞാൻ ഇക്കരയാണുള്ളത് നൈൽ നദിയുടെ, എനിക്കൊരാഗ്രഹം, എനിക്ക് അക്കരെ എത്തി ഈ തേളും തവളയും എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ. ഞാൻ ആ ആകാംക്ഷയോടുകൂടെ ഞാനും അവരെ പിന്തുടർന്നു. ഒരു വഞ്ചി പിടിച്ച് ഞാനും പോയി. അങ്ങനെ ഈ അക്റബിനെയും തേളിനെയും കൊണ്ട് ആ തവള നെയിലിൻ്റെ അക്കരെ പറ്റി. വനസലൽ അക്റബു മിൻ ലഹരിഹി, അക്കരെ എത്തിയ ആ തവളയുടെ പുറത്തു നിന്നും ആ തേള് താഴെ ഇറങ്ങി. ആ തേള് വീണ്ടും ഓടാൻ തുടങ്ങി. തവള തിരിച്ചുപോയി, നൈലിൻ്റെ മറുകരയിലേക്ക് തന്നെ പോയി. പക്ഷേ അഖറബ് തേള് വീണ്ടും ഓടിപ്പോവുകയാണ്. മഹാനവറുകൾ പറയുന്നു, ഫറഅയ്തു ശാബ്ബൻ നാഇമൻ തഹ്ത ഷജറ, ഞാനും പോയി ആ തേളിൻ്റെ പുറകെ. അവിടെ വെച്ചുകൊണ്ട് ഞാൻ കണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ക്ഷീണിതനായി ഉറങ്ങുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ അവിടെ വെച്ച് കണ്ടുവന്നത്. ഞാൻ നോക്കുമ്പോൾ ഒരു കൊടും വിഷമുള്ളൊരു പാമ്പ് ആ പാവപ്പെട്ട കിടന്നുറങ്ങുന്ന മനുഷ്യനരികിൽ ഇയാളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് പടം വിടർത്തി നിൽക്കുന്നു. ഈ ഒരു ദുരന്ത കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ എന്താ ആ പാമ്പ്, കൊടും വിഷം ചീറ്റുന്ന പാമ്പ് ഈ യുവാവിനെ കൊത്താൻ വേണ്ടി ഏതാനും നിമിഷങ്ങൾ മാത്രം മതി. ഇങ്ങനെ തവളയുടെ പുറം കയറി നൈൽ നദിയുടെ അപ്പുറം കരക്കെത്തിയ ആ തേൾ എന്താ ചെയ്തതെന്നോ, ആ മനുഷ്യനെതിരിൽ ആക്രമിക്കുന്ന ആ പാമ്പിനെ തൻ്റെ വിഷം തീണ്ടി ആ പാമ്പിനെ പ്രതിരോധിച്ചു, കൊത്താൻ സമ്മതിച്ചില്ല. ഈ ഒരു കാഴ്ച ഞാൻ കണ്ടത്. അങ്ങനെ പാമ്പ് തേളിനെയും കൊത്തുന്നു, തേള് പാമ്പിനെയും കൊത്തുന്നു. ഫമാത്തമഅൻ, രണ്ടുപേരും വിഷം തീണ്ടി അവിടെ വെച്ചുകൊണ്ട് ചത്തുപോവുകയും ചെയ്തു. ഇവിടെ എന്താ വസല്ലമ ദാലിക്കൽ ഇൻസാനു മിൻഹുമാ, രണ്ടുപേരിൽ നിന്നും ഈ മനുഷ്യൻ രക്ഷപ്പെടുകയും ചെയ്തു. എന്താ ഈ കഥ നമ്മെ സൂചിപ്പിക്കുന്നത്? അള്ളാഹുവിൻ്റെ കാരുണ്യം ഏതു വഴിക്കാണ് വരിക എന്ന് നമുക്കറിയാൻ പാടില്ല. ആ മനുഷ്യൻ്റെ ഏതെങ്കിലും ജീവിതയാത്രയിലെ ഒരു കാരുണ്യ പ്രവർത്തനമാവാം ആ കൊടും വിഷപ്പാമ്പിൽ നിന്ന് അയാൾക്ക് രക്ഷയേകിയത്, അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്തുള്ള പ്രാർത്ഥനയാവാം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക, നല്ലതു മാത്രം ചെയ്യുക, കാരുണ്യ പ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവമാവുക. അള്ളാഹു അത്തരത്തിലുള്ള മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.